നമസ്കാരം, ഞാൻ അനിസ്റ്റ. സൺഡേ സ്കൂൾ മത്സരത്തിന് നേഴ്സറി ഗ്രേഡിലെ കൊച്ചു കൂട്ടുകാർക്ക് പറയാൻ പറ്റിയ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കഥയുടെ പേര് നല്ല ശമര്യക്കാരൻ. ഒരിക്കൽ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ എങ്ങനെയോ കള്ളന്മാരുടെ പിടിയിൽ അകപ്പെട്ടു. കള്ളന്മാർ ആ മനുഷ്യനെ പിടിച്ച് അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്ത് ശരീരത്തിൽ എല്ലായിടത്തും മുറിവുണ്ടാക്കി. മാത്രവുമല്ല, അവൻ്റെ ശരീരത്തെ നല്ലവണ്ണം വേദനിപ്പിച്ചു. അവസാനം അല്പം ജീവൻ മാത്രം ഉണ്ടെന്നു കരുതി അവനെ വിട്ടയച്ചു. ആ കള്ളന്മാർ പോയി. അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനായി അവിടെ ആയിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ ആ വഴിയായി ഒരു പുരോഹിതൻ വന്നു. അദ്ദേഹം അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞില്ല. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ വഴി വന്നു. ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് കാണാത്തതുപോലെ മാറിക്കടന്നുപോയി. ലേവ്യനും ആ മനുഷ്യനോട് അല്പം പോലും കരുണ തോന്നിയതുമില്ല. ഈ മനുഷ്യൻ കിടന്ന വഴിയായി 2 പേർ കടന്നു വന്നു. ആ 2 പേരും മാറിക്കടന്നുപോയതല്ലാതെ ഒരു സഹായം പോലും ചെയ്തില്ല. മൂന്നാമതായി ഒരു ശമര്യക്കാരൻ ആ വഴി കടന്നുപോയി. അർദ്ധപ്രാണനായ ആ മനുഷ്യനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. പിന്നെയും അലിവ് തോന്നിയ ശമര്യക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കഴുകി. അവൻ്റെ മുറിവുകളിൽ എണ്ണ പുരട്ടി മുറിവുകളെ കെട്ടി. അതിനുശേഷം അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ ആ ശമര്യക്കാരൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ അവനെ രക്ഷ ചെയ്തു. പ്രിയ കൂട്ടുകാരെ, നമുക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല ശമര്യക്കാരനാകാം. നന്ദി, നമസ്കാരം.